ചോദിച്ചു പറയണ്ട, ഓർമ്മ അനുസരിച്ച് എഴുതുക. കഥയിൽ എന്തായാലും കേട്ടോ. ചായ വാങ്ങിച്ചാൽ ചായ, വെള്ളം, ബോഞ്ചി വെള്ളം എന്തായാലും. അത് നിങ്ങൾ ഇപ്പം കല്യാണം കഴിഞ്ഞ് ഉടനെ വാങ്ങിച്ചു കൊടുത്തൊന്നും ആയിരിക്കത്തില്ല. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് വാങ്ങിച്ചു കൊടുത്തായാലും എന്തുവാന്ന് വെച്ചാൽ അപ്പൊ എഴുതുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, കുറച്ചുകൂടെ അറിയില്ല. മധുവിന് പോയ സ്ഥലം, ഹണിമൂൺ പോയ സ്ഥലം. ഹണിമൂണിന് പോയ സ്ഥലം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കല്യാണം കഴിഞ്ഞ് ഉടനെ പോയെന്നായിരിക്കത്തില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും എവിടെയും പോയതിന്റെ എഴുതിയാൽ മതി. പക്ഷേ പോയതല്ല, കുറെ പോകുന്ന സ്ഥലമാണ്. നിങ്ങൾ പോയ സ്ഥലം നിങ്ങൾക്ക് അറിയുന്നില്ല. നിങ്ങൾ ഒരുമിച്ച് പോയതാണെങ്കിൽ നിങ്ങൾ ഒരേ സ്ഥലം എഴുതും. അതേ എനിക്ക് പറയാനുണ്ട്. ഇതിന്റെ പേരിൽ വൈകിട്ട് പോയി അടിയും കൈകലാശവും ഉണ്ടാക്കരുത്. ഇനി ചോദിച്ചെഴുതിയ വിഷയം 10 വട്ടം എഴുതെടുക്കുക. മധുവിധമായ സ്ഥലം എഴുതിയെന്ന് പ്രതീക്ഷിക്കുകയാണ്. വീട്ടിൽ മഴക്കൊക്കെ ഉണ്ടാകുന്നു. വീട്ടിൽ മഴക്കൊക്കെ ഉണ്ടാകുന്നു. ചെറിയ ചെറിയ ഉണ്ടോ? എല്ലാ വീട്ടിലും കാണുമല്ലോ. ഉണ്ടോ? വീട്ടിൽ വഴക്കുണ്ടാവാറുണ്ടോ? ഉണ്ടാകുമ്പോ ഇല്ലയോ? എന്നാൽ അടുത്ത ക്വസ്റ്റ്യനാണ് ഭാര്യയുടെ ചെരുപ്പിന്റെ സൈസ്. ഭാര്യയുടെ ചെരുപ്പിന്റെ സൈസ് ഭാര്യയുടെ ചെരുപ്പിന്റെ സൈസ് അല്ലെങ്കിൽ ഭർത്താവിന്റെ ചെരുപ്പിന്റെ സൈസ്. ഭാര്യ സ്വന്തം ചെരുപ്പിന്റെ സൈസ് എത്രയാണ്? അമ്മാമ്മയുടെ ചെരുപ്പിന്റെ സൈസ് എത്രയാണ്? അച്ഛന്റെ സൈസ് എത്രയാണ്, അമ്മാമ്മയുടെ സൈസ് എത്രയാണ് എഴുതി വെക്കുക. അച്ഛന്റെ ഭാര്യയുടെ ചെരുപ്പിന്റെ സൈസ് മാത്രം എഴുതിയാൽ മതി. എല്ലാവരും എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, അവസാനം തിയേറ്ററിൽ പോയി കണ്ട സിനിമ. അവസാനമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട സിനിമ. ഇനി തിയേറ്ററിൽ പോയിട്ടില്ലാത്തവര് വീട്ടിൽ ഒരുമിച്ച് കണ്ട സിനിമ. ഒരുമിച്ച് പോയ സിനിമയായിരുന്നേ. ഭർത്താവിന്റെ വീട്ടിൽ ഭാര്യയുടെ കൂടെ ഒരുമിച്ച് പോയി കണ്ട സിനിമ. സിനിമയുടെ പേര് എഴുതിയാൽ മതി. നടനോ നടിയോ നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ചോദിച്ചത്. 12 ക്വസ്റ്റ്യനാണ് ആകെ ഉള്ളത്. അതിലുള്ള അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. എന്തായിരുന്നു സിനിമ? തിയേറ്ററിൽ പോയി കണ്ട സിനിമ ഏതാണ്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ആദ്യം പോയി കണ്ടേ വായിക്കുന്നില്ല, മൊത്തത്തിൽ കാണിക്കുന്നില്ല.
അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഭർത്താവിന്റെ ഇഷ്ട വിഭവം. ഭർത്താവിന്റെ ഇഷ്ടമുള്ള സാധനം എന്താണ്? ഭർത്താവിന്റെ അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള അച്ഛൻ വേണം. അച്ഛന് ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ളത് അമ്മ വേണം. എഴുതേണ്ട ക്വസ്റ്റ്യൻ ഇതാണ്. അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള വിഭവം. അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണ സാധനം. എഴുതിയെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് സമയം ഇരിക്കുന്നവർക്ക് വേണ്ടി വേറെ ഒരു ഗെയിമുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഭാര്യയുടെ ഇഷ്ടപ്പെട്ട നിറം. നമ്മൾ സ്ഥിരമായിട്ട് സാരിയൊക്കെ എഴുതാൻ പോകുമ്പോൾ ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് ചോദിച്ചിട്ടൊക്കെ അച്ഛൻ പോകും. ഭാര്യയുടെ ഇഷ്ടപ്പെട്ട നിറം. എഴുതിയെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത മനോഹരമായ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. ഭർത്താവ് ആര്? സ്നേഹപൂർവ്വം എന്ന് പേര് വിളിക്കും. ഇനി അത് പറഞ്ഞെങ്കിൽ അച്ഛനെ ഇഷ്ടപ്പെടുമ്പോ അല്ലെങ്കിൽ സ്നേഹമുള്ള എന്താ വിളിക്കും? അടുത്ത ക്വസ്റ്റ്യൻ രസമുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എസ് എഴുതുക അല്ലെങ്കിൽ നോ എഴുതുക. ഭർത്താവ് പാചകത്തിൽ സഹായിക്കാറുണ്ടോ? അടുക്കളയിലെ ഭർത്താവ് ഹെൽപ്പ് ചെയ്യാറുണ്ടോ? അടുത്തത് വീഡിയോ ചോദ്യം. ഞായറാഴ്ച ഒന്നിച്ച് പഠിക്കും. അച്ഛനെ കൊണ്ട് 1 മണിക്കൂർ കഴിഞ്ഞ അല്ലെങ്കിൽ അമ്മ വഴി 1 മണിക്കൂർ പോകുന്നില്ല. ഞായറാഴ്ച ഒന്നിച്ച് പള്ളി പോകും. ഞായറാഴ്ച പള്ളിയിൽ ഒരുമിച്ച് പോകുമോ? ഇല്ലയോ? ഒമ്പതാമത്തെ പാചകത്തിന് സഹായിക്കാറുണ്ട്. ഇപ്പൊ 10ാമത്തെ. ഞായറാഴ്ച ഒന്നിച്ച് ഇപ്പൊ 10 ദിവസത്തിനായി 2 ദിവസം. ഈ വികാരി അച്ഛൻ നിങ്ങൾക്ക് ഇഷ്ടമാണ്? അതല്ല പുസ്തകം. വികാരി അച്ഛൻ ഇഷ്ടമാണ്. വികാരി അച്ഛന്റെ മുഴുവൻ പേര് മാത്രം വികാരി അച്ഛന്റെ മുഴുവൻ പേര്. വികാരി അച്ഛന്റെ മുഴുവൻ പേര്. അതാ ക്വസ്റ്റ്യൻ. അച്ഛനൊരു പേരുള്ളൂ. അച്ഛൻ്റെ പേര് ഒറ്റ പേര്. നമ്മുടെ ഗെയിമിന്റെ ഏറ്റവും അവസാനത്തെ ചോദ്യമാണ്.
ഈ ചോദ്യത്തിന് രണ്ടുപേരും ഒരിക്കലും എഴുതാൻ പറ്റത്തില്ല. അങ്ങനെ പറ്റത്തില്ല. അങ്ങനെ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ വല്ല അബദ്ധവശാലോ രണ്ടുപേർക്കും അതേപോലെ ഉത്തരകരമായിരിക്കും. അത് അബദ്ധവശാൽ. പങ്കാളിയെ പറ്റി ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്ന ഗീതം. പങ്കാളിയെ പറ്റി, അച്ഛനെ പറ്റി അമ്മ ഇങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്ക് ചിന്തിക്കരുത്. അങ്ങനെ ചില പാട്ടൊക്കെ ഓർമ്മയില്ല. അങ്ങനെ അച്ഛനെ പറ്റി ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ അമ്മാവിനെ പറ്റി ചിന്തിക്കും. അച്ഛനോട് എഴുതി രാക്ഷസി 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 എഴുതിക്കും. അച്ഛനെ പറ്റി ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നൊരു പാട്ട്. നമ്മുടെ ഈ ഗെയിം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഇങ്ങോട്ട് എഴുതിയൊക്കെ നേരെയാണോ ഒക്കെ അറിയണമല്ലോ. അപ്പൊ നമ്മുടെ ഇവിടെ നിൽക്കുന്ന പ്രദേശമൊക്കെ എല്ലാ കപ്പസിന്റെ അടുത്തോട്ട് പോയി അമ്മയും ഉത്തരം വായിക്കാൻ പോകും. എല്ലായിടത്തും നമ്മളെ എല്ലാവരും വിളിക്കണോ മതി. നിങ്ങളുടെ അടുത്ത് ഓരോരുത്തരെ ചെയ്തു. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ ക്വസ്റ്റ്യൻ ഒക്കെ പറയുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് ഇവരെ ആരെയും അറിയത്തില്ല. ഓരോരുത്തര് അവരുടെ പേരെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പേരൊക്കെ പറയുന്നത്. അച്ഛൻ്റെ പേരെന്തോ? അച്ഛനൊരു വലിയ ഗായകന്റെ പേരും കേട്ടിട്ട് നല്ല പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്. യേശുദാസ് സാറൊക്കെയാണ് നമ്മുടെ ഒന്നാമത്തെ കപ്പ്. ഇവിടെ അച്ഛൻ്റെ പേര് ജോൺസൺ അച്ചായൻ. അച്ഛാമ്മ ജോൺസൺ മാമി. ജോൺസൺ അച്ചായൻ അച്ഛനമ്മ മാമി ഇവിടെ രണ്ടാമത്തെ കപ്പ്. ചെറിയ അച്ഛനും സെലിന മാമി. സജിച്ചാനും അറിയാം. ഷമാശൊക്കെ ഇതുവരെയാണ് അറിയുന്നത്. ഇത് വന്നോളൂ. ഇതൊക്കെ നേരത്തെ അറിയാവുന്ന മതി. അതുകൊണ്ട് വരാനുള്ളത്. അവിടെ അമ്മാമ്മയുടെ അച്ഛൻ്റെ പേര് ജോൺ തോമസ്, മേരി തോമസ്, മേരി ജോൺസ്. അനുചാനും അല്ല നവീൻ ചാനും അനു ചേച്ചി. ഇവിടെ വിൽസൺ അച്ചാനും ലിസിയാനി. അവിടെ തന്നെ എഴുതോട്ടെ. അവിടെ തന്നെ എഴുതോട്ടെ. ഉത്തരം ഓർമ്മ വായിച്ചാൽ മതി. അച്ഛൻ്റെ പേര് തോമസ് കുട്ടിച്ചാനും. ആലോചിച്ചൊന്നും പറഞ്ഞില്ല ഇങ്ങനെ പരിപാടി. ടോമിച്ചാനും അവന്റെ പേര് ഏരിയാനും ടോമിച്ചാനും. അങ്ങനെ അറ്റത്ത് എഴുസറ്റാനും ജെസിയാനും. നമുക്കൊരു 10 കപ്ലസിനെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മളിനി അവരുടെ ഉത്തരങ്ങളൊക്കെ ഒന്ന് വായിക്കാനായിട്ട് പോവുകയാണ്. ഒന്നാമത്തെ നമ്മൾ അവിടെയാണ് അരുമ്പതറ പള്ളി. വിവാദമൂതാശം നടന്ന പള്ളി. അവിടുത്തെ പ്രധാന കാർമ്മികൻ ആരൊക്കെയാണ്? അച്ഛനെന്ത് എഴുതിയിരിക്കുന്നത്? അച്ഛനെന്ത് എഴുതിയിരിക്കുന്നത്? അച്ഛൻ എഴുതിയിരിക്കുന്നത് ഇടവൻ സെന്റ് മേരീസ് ആരാ നടത്തിയത്? നോ ഐഡിയ. നോ ഐഡിയ. രാവിലെ ഒരുങ്ങി ഇവിടെ വന്നിരുന്നു. ഏതൊരു അച്ഛൻ ഇവിടെ വന്നിരുന്നു കല്യാണം നടത്തിയിട്ടുണ്ട്. അമ്മാമ എന്ത് എഴുതി? അമ്മാമ എഴുതിയിരിക്കുന്നത് ഇടവൻ സെന്റ് മേരീസ് മാത്തുക്കുട്ടി അച്ഛൻ. മാത്തുക്കുട്ടി അച്ഛനായിരുന്നു. അച്ഛൻ്റെ പേര് അറിയില്ല. ഇവിടെ അതല്ല അടുത്താണ്. ഇവിടെ ഇടവൻ പള്ളി ഫാദർ ഡാനിയൽ അച്ഛൻ. വെട്ടിമല ചർച്ച്. വെള്ളിമല ചർച്ച്. അച്ഛൻ ഫാദർ ഡാനിയൽ. ഇവിടെ ആദ്യം മനപ്പുറത്തുണ്ട്. ശരി. അടുത്ത് ചെറിയ ആന്റി.
Element St. Mary's, Father Abraham Jacob. St. Mary's Church Element, Sajin Chandra. സുജിയ സർ. ആ ഓക്കെ ഓക്കെ. അടുത്ത സൈജൻ. ഇവിടെ സജ്ജ പറഞ്ഞിരിക്കുന്നു സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ഇടവൻ കാർമേലിയൻ ഫാദർ സാജൻ. ഇവിടെ അന്യ പറഞ്ഞിരിക്കുന്നു ഇടവൻ പള്ളി സെന്റ് മേരീസ് ഫാദർ സാജൻ. മറ്റൊന്ന് കറക്റ്റ് ആണ്. ഇവിടെ നമ്മൾ പുറകിലോട്ട് പോവാം. ഇവിടെ യോമിച്ചൻ എഴുതി തോന്നിയാമല പള്ളിയിൽ വെച്ച് ഫിലിപ്പ് തോമസ് അച്ഛൻ, അമ്മാവ അണ്ണൻ എഴുതി തോന്നിയാമല പള്ളിയിൽ വെച്ച് ഫിലിപ്പ് തോമസ് അച്ഛൻ. അത് ഇവിടെ നസീമോൻ എഴുതി സെന്റ് മേരീസ് ചർച്ച് ഇടവൻ ജോസഫ് അച്ഛൻ, എസ്റ്റിയ എഴുതി ഇടവൻ ഫാദർ ജോസഫ് ഇടവൻ സെന്റ് മേരീസ്. അവിടെ വന്നിട്ടുണ്ടോ? സ്പെക്സി ഭൂഷൺ രണ്ടുപേരും ഒരേ ആൻസറാണ് എഴുതിയിരുന്നത്. സ്പെക്സി ഭൂഷൺ എലമെന്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ജോസ് അച്ഛൻ. ഇവിടെ ബേബി തോമസ് അച്ഛൻ്റെ ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ അച്ഛൻ്റെ പെരുമാറുന്നത്. അടുത്ത ഇനിയും ചേച്ചി നായി ചേർക്കും. ഇന്ത്യൻ എഴുതി ഇടവൻ സെന്റ് മേരീസ് ചർച്ച് ജോർജൻ എഴുതി സൈമൺ അച്ഛൻ എഴുതി അനു അമ്മ സെന്റ് മേരീസ് ഓർത്തഡോക്സ് സൈമൺ ഒരു പേരുടെ എഴുതുണ്ട്. ആവശ്യം അമ്മാമ്മ നോക്കുകയാണെങ്കിൽ ചെറുപ്പം കഴിഞ്ഞാൽ അത് ചേച്ചി ലാസ്റ്റ് നമുക്കിത് പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ നമുക്ക് സമയം കുറവാണ്. പെട്ടെന്ന് നിൽക്കുന്നത് വായിച്ചു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇവിടെ ഇരിക്കുന്നവരെക്കാളും ആകാശം നിങ്ങൾക്കൊക്കെയാണല്ലോ അടുത്തത്. കർത്താവ് ആദ്യമായി നൽകിയ സമ്മാനം. ഇവിടെ രണ്ടുപേരും സാരി നൽകി. സാരി. രണ്ടുപേരുടെ ശരിയാണെങ്കിൽ ഒന്ന് കൈയെടുക്കണേ. എന്തൊക്കെ എഴുതിയിരുന്നു? രണ്ടുപേരും ഒരു താരി ഇറങ്ങി ചെറിയ ഇവിടെ സാരി അച്ഛനെ ഷർട്ടും പാൻറ്റും. പത്താം ആദ്യമായി സമ്മാനം മാമി ഷർട്ടും പാൻറ്റും സാരി. ചില മാറിപ്പോയത് അമ്മാമിത്തെ കൊടുക്കുന്ന ആചാര്യ. അടുത്ത ഇവിടെ സജ്ജ പറഞ്ഞു പാലാണ് അതേ സംഭവം. ഇവിടെ ആദ്യം പാലാണ് സാരി. ഇതിൽ കൂടുതൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്കത് കേൾക്കാം. ഓക്കെ. ഇവിടെ ഇവിടെ രണ്ടുപേരും സാരി അമ്മാമ്മക്ക് കിട്ടിയത് വളയാണ്, പക്ഷെ അച്ഛനെ കൊടുത്തത് സാരിക്കും. ഈ സാരി കൊടുത്ത വള കിട്ടുന്ന കട പരിചയപ്പെടുത്തി കേട്ടോ. ചുരിദാർ കൊടുത്ത് ചുരിദാർ തന്നെ കിട്ടി. ഇവിടുത്തെ ബിരിയാണി ഇതോടൊക്കെ ബിരിയാണി കിട്ടിയത് സാരി അല്ല ജോണക്കില് കിട്ടിയതാട്ടെ.
സത്യസന്ധമായ ഉത്തരം പറയുന്നതിനെ പ്രോത്സാഹിപ്പിക്കും. കർത്താവിന്റെ 10 കൽപ്പന കൃത്യമായിട്ട് പാലിക്കുന്നവര് ദേവാലയത്തിൽ സമമായിട്ടുണ്ട്. സ്വർണ്ണം പോലെ കൊടുത്തു, അമ്മക്ക് ഞാൻ സ്വർണ്ണം പോലെ തന്നെ കിട്ടി. അനുശോചിക്കാൻ പോയി. നവീൻ ആരാധനപരമായിട്ട് വേദപുസ്തകമാണ് ആദ്യമായിട്ട് കൊടുത്തത്. പക്ഷെ അമ്മാവിക്ക് കിട്ടിയത് ഡയറി. അമ്മ തന്നെ ചേച്ചിക്ക് കിട്ടിയത് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മധുവിജയൻ പോയ സ്ഥലം. മധുവിജയൻ പോയ സ്ഥലം ഇവിടാണ് എനിക്ക് വലിയൊരു സംശയം. അച്ഛനും അമ്മയും ഇടവണ്ണിന്ന് ഇവിടുന്ന് അവര് പുനലൂര് ട്രെയിൻ കയറി നേരെ രണ്ടുപേരും കൊച്ചി വരെ എത്തി. കൊച്ചി കഴിഞ്ഞപ്പോ അമ്മ കോഴിക്കോട് പോയി, അച്ഛൻ ഇത് കുടുംബ സംഗമമാണ് എന്ന് വാക്കരുത്. ഇവിടെ അച്ഛനും അമ്മാമയും എന്തായാലും നേരെ ഡൽഹിക്ക് പോയിട്ടുണ്ട്. ഇവിടെയാണ് എനിക്ക് പിന്നെ സംശയം വരുന്നത്. ഇവിടുന്ന് അച്ഛനും അമ്മാമയും പുനലൂര് ട്രെയിനിൽ കയറ്റി അമ്മാവ പോയത് പാലക്കാട്, അച്ഛനെ നമ്മൾ സഹിച്ചാണ് ഹണിമൂണ് കാശ് ലഭിക്കാൻ വേണ്ടി മത്സരമാവ കൊണ്ടുപോയില്ല. മത്സരമാവ വേളാങ്കണ്ണിയിൽ പോയി എന്താ വീട്ടിൽ വരില്ല. ഇവിടെ ചോദിച്ചാല് അന്ന് വരക്കിട്ട് രണ്ടുപേരും പോയില്ല. കൊണ്ടുപോകാൻ അന്നത്തെ കാലത്ത് വീട്ടിൽ നടത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിപ്പോ പോയില്ല. പക്ഷേ കേസിന്റെ അവൻ അങ്ങനെയല്ല. ആരോടെ പോയെന്ന് കേൾക്കും. അങ്ങനെ ബോംബെയിൽ രണ്ടുപേരും ബോംബെയിൽ പോയി. രണ്ടുപേരും പോയി. ഇവിടെ ബോംബെയുണ്ട് കേട്ടോ. അതേപോലെ പ്രാർത്ഥിക്കാൻ വേളാങ്കണ്ണി ഊട്ടി തമിഴ്നാട് പോയി അച്ഛൻ വേളാങ്കണ്ണി പ്രാർത്ഥിക്കാറുണ്ട്. രണ്ടുപേരും കൃത്യമായിട്ട് ട്രെയിനൊക്കെ കയറി ദുബായിക്ക് പോയി. ദുബായ് ഓക്കെ. നവീനാരും അഞ്ചേച്ചി രണ്ടുപേരും തെന്മരണാണ്. ഒത്തിരി ദൂരമായതുകൊണ്ടാണ് പോകുന്നത്. രണ്ടുപേരും തെന്മരണാണ് പോയി കണ്ട് തൃപ്തിയായി തിരിച്ചു പോയി. ശരി ഉത്തരം. എനിക്ക് തോന്നുന്നു ഏറ്റവും സമ്പന്നമായ കുടുംബം ഒരു കാശ് നോക്കിയില്ല. എന്റെ പെൺപിള്ളയല്ലേ എന്റെ ഭർത്താവല്ലേ എന്ന് പറഞ്ഞ രണ്ടുപേരും ഒരുമിച്ച് കാശ് നോക്കിയില്ല. നേരെ ബെർത്തിലോട്ടാണ് ജോണച്ചാനും മീരിയമ്മയുടെ ബന്ധത്തിൽ പോയി. ശരിക്കും അതെന്തോ ചോദിച്ചതല്ലേ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു. വീട്ടിൽ ഭാര്യമാരുമായി വഴക്കിടുന്നവർക്ക് ചിലപ്പോൾ കൃത്യമായിട്ട് അറിയാൻ ഭാര്യയുടെ ചെരുപ്പിന്റെ സൈസ് എത്രയാണെന്നായിരുന്നു. ഏറി കിട്ടുന്നവർ ഉത്തരം ശരിയായിരിക്കും, ഏറി കിട്ടാത്തവർ ഉത്തരം തെറ്റായിരിക്കും. അതാണ് ഇവിടെ പ്രശ്നമായി പശുമാർ. ഇവിടെ അച്ഛനാണെങ്കിൽ ഇവിടുന്ന് ചെരുപ്പിപ്പോ എറിഞ്ഞല്ലേ. എനിക്ക് തോന്നുന്നു അമ്മാമ എറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു അമ്മാമ പഴയ ചെരുപ്പെടുത്ത് എറിഞ്ഞേ. അമ്മാമ്മയുടെ പഴയ സൈസ് 7, അമ്മാമ്മയുടെ കൈ എറിയുന്നത് 8. അമ്മാമ്മയുടെ ചെരുപ്പിന്റെ സൈസ് 8, അച്ഛൻ എഴുതിയത് 7. തെറ്റിപ്പോയി. ഇനി ഓർത്ത് വെച്ചോ, കടയിലൊക്കെ പോയി ചെരുപ്പ് വാങ്ങിച്ചാൽ വാങ്ങി എത്ര 8ന്റെ വാങ്ങിച്ചു കൊടുക്കണം. ഇവിടെ പിന്നെ പ്രശ്നം വരുന്ന ഇവിടെ അമ്മാമയുടെ തെറിഞ്ഞത് വലിയ ചെരുപ്പ് 8 ഇഞ്ചിന്റെ. ഇവിടെ അച്ഛൻ അവിടെ ചെന്നപ്പെട്ട 7 വീണ്ടും അത് തന്നെ. ഇവിടെ അതേ സെയിം പ്രശ്നം. ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് ഇവിടെ 6 അവിടെ 5. ഇവിടെ എന്തോ
വിഷമയില്ല. അമ്മമ്മ ചെരിപ്പിടാറില്ലെന്ന് പറയുന്നത്. പക്ഷെ അമ്മമ്മ അഞ്ച് ചെരിപ്പിടാറുണ്ടല്ലോ. അഞ്ചിഞ്ചാണ് അമ്മമ്മ. അച്ഛൻ പറഞ്ഞ അമ്മാവ ചെരുപ്പ് ഓക്കെ, ഇവിടെ നമ്മുടെ അമ്മാമ്മയും ടോമിച്ചാനും വലിയമ്മയും 7 ഇഞ്ചിന്റെ ചെരുപ്പ് തന്നെയാണ്, കറക്റ്റാണ്. പക്ഷേ നമ്മുടെ എഡിസൺ 7 ഇഞ്ചിന്റെ ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നത്. പക്ഷേ ജെസ്സിയമ്മ ഇടുന്നത് 8 ഇഞ്ചിന്റെ ചെരുപ്പാണ്. അടുത്ത ഞങ്ങളുടെ വലിയമ്മയും ടോമിച്ചാനും അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാറുണ്ട്. സത്യമോ? അതല്ല ആൽബിനച്ഛൻ്റെ അടുത്ത് ട്യൂഷൻ പോയിട്ടുണ്ടോ? ഇല്ലയോ? ആൽബിനച്ഛനെ വിളിച്ചു വെച്ച് മോനെ ഇന്ന് കുടുംബശ്രീന്ന് വന്നൊക്കെ കേട്ട് കഴിഞ്ഞ വർഷമൊക്കെ അവർക്ക് പഠിച്ചിട്ടിറങ്ങിയ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ചികിത്സിച്ച പക്ഷെ നേരത്തെ സ്ഥലം കാര്യം അതുകൊണ്ട് 8 ഇഞ്ച് 7 ഇഞ്ചൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നേ. ഇവിടെ ഞങ്ങള് വിളിച്ചാലും അവര് വിൽസൺ ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നത് 38 ഇഞ്ചിന്. പക്ഷേ സൈസ് 32. പക്ഷേ ലിസ്മാമ ഇടുന്നത് 41. അതെ, നിങ്ങൾ അത് ഗൾഫിൽ നിന്ന് കാർഗോ വഴി ഇവിടെ വരുമ്പോൾ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടിയെടുത്തറിയുമ്പോൾ വലുതായി പറയുന്നത് തെറ്റൊന്നുമില്ല. ഓക്കെ, ഇവിടെ ഞങ്ങള് നവീനാനും അഞ്ചേച്ചിയും അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞ ഇവിടെ പോകുന്നു കേട്ടോ. 5 എന്നത് 8 പക്ഷെ നവീന വാങ്ങിച്ചു കൊടുക്കുന്നത് 7. ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ ജോണച്ചൻ വാങ്ങിച്ചു കൊടുക്കുന്നത് 7 പക്ഷെ മീനിയമ്മയ്ക്ക് 8 ഇഞ്ച് വേണം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ അവസാനം തിയേറ്ററിൽ പോയി ഒന്നിച്ച് കണ്ട സിനിമ. തിയേറ്ററിൽ പോയി ഒന്നിച്ച് കണ്ട സിനിമ. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ നമ്മുടെ പുനലൂർ ഭാഗത്തെ 4-5 സിനിമ തിയേറ്റർ ഉണ്ടാകുന്ന തോന്നുന്നു. അച്ഛൻ അവിടെ പോയി അവസാനമായിട്ട് കണ്ടത് ആകാശദൂരം, അമ്മാമ്മ കണ്ടത് പപ്പയുടെ സ്വന്തം. അതങ്ങനെ വരും. നമ്മുടെ കൊച്ചുനാളത്തെ സിനിമ അത് കഴിഞ്ഞിട്ട് സിനിമ കാണാൻ പോയിട്ടില്ല. എനിക്ക് ഇവിടെ സംശയം കേട്ടോ. ഇതുണ്ട് ഇവിടെ അമ്മാമ്മ ഇല്ലെന്ന് പറഞ്ഞപ്പോഴാണ് അച്ഛനാണ് ഇവിടെ വെട്ടിക്കളത്. രാജരാജ ചോഴൻ രാജരാജ ചേരൻ കൊണ്ടു. എന്തായാലും അമ്മാമ്മ കണ്ടിട്ടില്ല, അച്ഛൻ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ അച്ഛൻ കണ്ടിട്ടില്ല, സിനിമ കാണാൻ പോകാറില്ല. അമ്മാമ്മ അച്ഛൻ സിനിമ കാണാൻ പോകാറില്ല. ഇവിടെ ഇവരോട് ആദ്യമായിട്ട് നമ്മുടെ കുഞ്ചാക്കോവനെ പ്രൊമോട്ട് ചെയ്യാൻ പോയി. രണ്ടുപേരും ഒരു ചരിത്രമാണ് രണ്ടുപേരും. ഇവിടെ ഞങ്ങളുടെ ടോമിച്ചാനും മീനിയമ്മയും പ്രത്യേകത്തിന്റെ അക്ഷരങ്ങൾ പറയുന്ന ടൈറ്റാനിക് ആണ്. അതേസമയം ഞങ്ങളുടെ എഡിസന്റാനും ജെസ്സിയമ്മയും തുടരുമാണ് കേട്ടോ. തുടരുമാണ് രണ്ടുപേരും. അവസാനമുള്ള സിനിമ ചോദിച്ചു. ഇവിടെ എല്ലാവരും പണ്ടത്തെ സിനിമ പറയുമ്പോൾ തുടരും വരെ ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഞങ്ങള് തോമസ് ഉണ്ണിച്ചാൻ അവസാനം കണ്ടത് മോഹൻലാലിന്റെ സിനിമ. പക്ഷെ മീനിയമ്മ അവസാനം കണ്ടത് സുരേഷ് ഗോപിയുടെ സിനിമയാണ്. ഞങ്ങളെ നിസ്സാമ കണ്ടത് തുടരുമാണ്. പക്ഷേ വിൽസച്ചായൻ തിയേറ്ററിൽ അത് പഴയ സിനിമ ഓടിക്കൊണ്ടിരുന്നത് വെള്ളി മൂവിയെ കണ്ടത്. അച്ഛൻ ഒരു ബിജുവിനെ ഫാൻ. അതായിരിക്കും ചുള്ളല്ല. ഞങ്ങളുടെ അഞ്ചേജ് അവസാനം കണ്ട സിനിമ സർവമായ. നവീൻ സർവമായ. ക്രിസ്മസ് സിനിമ വൈദ്യം. ഓക്കെ, മേരിയമ്മയും ജോണച്ചാനും പഴയ സിനിമ കേട്ടോ. ഇതാ ഇവിടെ വരെ ഇപ്പോഴും ഓർമ്മയുണ്ട്. ശരിയാണ്, നമുക്ക് ശരിയായി. ഭർത്താവിന്റെ ഇഷ്ട വിഭവം. ഇവിടെ അമ്മാമ്മ എഴുതിയിരിക്കുന്ന അമ്മാമ്മ ഏറ്റവും ഉണ്ടാക്കുന്ന അടിപൊളി സാധനം അമ്മാമ്മ ഉണ്ടാക്കുന്ന കപ്പയും ബീഫോ. പക്ഷെ അച്ഛൻ എഴുതിയിരിക്കുന്നത് അവിയൽ. എനിക്കത് അത് രണ്ടോട് മിക്സ് ചെയ്യുമ്പോൾ അവിയൽ. അച്ഛൻ ഹെൽത്തി കൂടെ ഇവിടെ അച്ഛൻ ഹെൽത്തി കൂടെ. അച്ഛൻ
അച്ഛൻ ചപ്പാത്തി വെജിറ്റബിൾ കറി ഇവിടെ എഴുതിയേക്കുന്നത് വെജിറ്റബിൾ പക്ഷെ അച്ഛൻ ഫിഷ് വേണമെന്നുണ്ട്. അമ്മാമ അത് വറുത്ത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ഭയങ്കരമായ മധുര സ്നേഹം പങ്കിടുന്ന രണ്ട് വ്യക്തികളാണ് ഇവിടെ. അച്ഛൻ എപ്പോഴും ഒരു സ്പൈസി സാധനമാണ് ഇഷ്ടം, പക്ഷെ അമ്മാമ എപ്പോഴും കൊടുക്കുന്ന സ്വീറ്റ്. ഇവിടെ പായസം ബീഫ് കപ്പേ. ഇവിടെ വലിയ കുഴപ്പമില്ല. അമ്മാമ എഴുതിയിരിക്കുന്നു മീൻ ഇറച്ചി, അച്ഛൻ എഴുതിയിരിക്കുന്നു കപ്പ ഇറച്ചി. വലിയ കുഴപ്പമില്ല. ആ മീനൊക്കെ മീൻ ഇറച്ചി നോക്കി ഒരു മീൻ ഇറച്ചി കഴിക്കും. ഇവിടെ ഞങ്ങൾ നോവിച്ചാനെ സംബന്ധിക്കാം. ഇതുവരെയുള്ള അച്ഛൻ ഇഷ്ടം ബീഫ്, അമ്മ കൊടുക്കുന്നത് ബീഫ്. ഇവിടെ ഞങ്ങൾ എഡിസൻകാരെ ഏറ്റവും ഇഷ്ടം മധുരമുള്ളതാണ്. പക്ഷെ അമ്മ കൊടുക്കുന്നത് അലുവയെ വാങ്ങിച്ചു കൊടുക്കുന്നു. രണ്ടും മാറ്റി കൊടുക്കുന്നില്ല. അച്ഛൻ ഇഷ്ടമുണ്ടോ? അച്ഛൻ മധുരം അമ്മ കൊടുക്കുന്നത് അലുവ. മധുരം ഞങ്ങളെ ബിരിയാണിക്കാണ് ഇഷ്ടം. അച്ഛനെ ബിരിയാണിയുടെ രീതിയിൽ ഇഷ്ടം തൈരും ചമ്മന്തി. അതാണ് അച്ഛൻ കൊടുക്കുന്നത്. പക്ഷെ പാവപ്പെട്ട അച്ഛന് ഇഷ്ടം ബിരിയാണി. പക്ഷേ പാവത്തിന് എന്തെങ്കിലും ബിരിയാണി വെച്ച് കൊടുക്കുന്നത്. എന്റെ ബിരിയാണി നാളെ ബിരിയാണി വെച്ചത് ഞാൻ അടുത്ത ആഴ്ച പോയി. ഈ തൈര് ചമ്മന്തി ഉണ്ടാക്കി എളുപ്പത്തിന് വേണ്ടി ഇവിടെ അതുപോലെ തന്നെ കോമഡി. ഞങ്ങളുടെ നിസമാമ അച്ഛൻ ഇഷ്ടമാണെന്ന് പറയുന്നത് ചോറും സാമ്പാറും ഉറക്കം കൊടുക്കും. പാവം അച്ഛൻ എടുത്ത് വെച്ചിരിക്കുന്നു എന്തെങ്കിലും ഉറക്കമിലൊന്ന് മാറ്റി ഇച്ചിരി പച്ചമീൻ കറി വെച്ചോ, ഇച്ചിരി പച്ചമീൻ കറി വെച്ച് കായോ കഴിക്കും. നവീന പറയുന്നത് എനിക്ക് അപ്പമാണ് ഏറ്റവും ഇഷ്ടം. പക്ഷേ അനോ പറയുന്ന അങ്ങനെ അപ്പം കഴിക്കണ്ട, ബിരിയാണി കഴിച്ചാൽ മതി. ഇവിടെ പാമ്പിച്ച അച്ഛനെ കൊടുത്തോണ്ടിരിക്കുന്നത് ചമ്മന്തി തൈര്. അവിടെ കൊടുത്തോണ്ടിരിക്കുന്ന ബിരിയാണി പാമ്പിച്ച വേണ്ട അപ്പോ നേരിയമ്മ കൊടുക്കുന്നത് ചമ്മന്തി പച്ചമുറി. പക്ഷെ അച്ഛനെ ഇഷ്ടം കഞ്ഞിയും ചമ്മന്തി. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനാണ് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട നിറം. പെട്ടെന്ന് പറയണം. ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട നിറം. ഇവിടെ പ്രശ്നം. ഇവിടെ അമ്മാമയ്ക്ക് ഇഷ്ടപ്പെട്ട കളർ ഒരിക്കലും അച്ഛൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അച്ഛൻ ഇഷ്ടമല്ല. ഇവിടെ അച്ഛൻ എപ്പോഴും ഇഷ്ടം അമ്മാമ എങ്ങനെയെങ്കിലും ഒന്ന് ബ്രൗൺ കളർ എന്തെങ്കിലും ഒക്കെ ഇടണമെന്ന്. പക്ഷെ അമ്മാമ എപ്പോഴും വെള്ള ഷാള് ഇട്ട് പോയതുകൊണ്ട് എപ്പോഴും നടക്കുന്നത്. ആന്റിക്ക് ഇഷ്ടം വെള്ള കളറും അച്ഛന് ഇഷ്ടം ബ്രൗൺ. പിന്നെയും പ്രശ്നമാണ്. അച്ഛൻ ഇന്നും ഒരു കണ്ണു അത് നോക്കിയിട്ടില്ല. അമ്മാമയ്ക്ക് ഇപ്പൊ എവിടെ ഇഷ്ടം റോസ്, അച്ഛൻ എന്തെങ്കിലും വെറുതെ എന്താ ശരിയാണ്. അച്ഛൻ കണ്ണട വെച്ചിട്ട് ഒരു കണ്ണു കാണുന്നില്ല. ഇതാണ് പറയുന്നത് കണ്ണാടികൾ. ഇവിടെ കണ്ണാടി വെച്ചിരിക്കുന്ന ആർക്കും പവറില്ല. ഇന്ന് വൈകിട്ട് അമ്മാമ ഇട്ടോണ്ട് വന്നിരിക്കുന്നത് എന്താണ് അച്ഛൻ എന്തോ എനിക്കിത് അറിയാമോ. ഇവിടെ എന്തോ അച്ഛൻ എഴുതിയിരിക്കുന്നത് പച്ച, അമ്മാമ എഴുതിയിരിക്കുന്നത് റോസ്. പ്രഭു ഇവിടെ വെള്ളത്തിന് പോയി അമ്മാമ എഴുതിയിരിക്കുന്നു അമ്മാമയ്ക്ക് നീല ഇഷ്ടമല്ല. അച്ഛൻ പറയുന്നു അമ്മയ്ക്ക് റോസാണ് ഇഷ്ടമല്ല. എങ്ങനെ അച്ഛനെ പറഞ്ഞ നീലാണ്? അച്ഛൻ പറയുന്നു അമ്മാമയ്ക്ക് റോസാണ് ഇഷ്ടമല്ല. അമ്മ പറയുന്നു അമ്മയ്ക്ക് നീലയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങളുടെ അമ്മാമയ്ക്ക് ഇഷ്ടം മെറൂൺ കളർ. പക്ഷെ അച്ഛനെ വിചാരിച്ചിരിക്കുന്നത് സ്കൈ ബ്ലൂ ആണ് ഇഷ്ടം എന്നാണ്. രണ്ട് മാറി ജസ്മാവിന് ഇഷ്ടം പിങ്ക് ആണ്. പക്ഷേ എഡിസൺ ജെൻസിനോട് കടുത്തതാണ് ഇഷ്ടം, ചുവപ്പാണ്. എഡിസൺ ഞാൻ ഇഷ്ടം. ഞങ്ങളുടെ തോമസ് അമ്മാമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കരുതുന്നത് ആകാശം കൂടെയാണ്. പക്ഷേ സത്യത്തിൽ റോസാണ് ഇഷ്ടം. ആകാശ പച്ച
ആകാശമില്ല. ഞങ്ങളെ വിൽസഞ്ചാര ഇഷ്ടം പ്രത്യേകിച്ച് അങ്ങനെ അമ്മാമ്മയുടെ ഇഷ്ടം ഇതുവരെ അറിഞ്ഞിട്ടില്ല. എന്നാ കേട്ടോ അങ്ങനെ അറിഞ്ഞിട്ടില്ല. ആ അമ്മാമ്മ ഏറ്റവും ഇഷ്ടവും ബ്ലാക്കും ഒരു വേണം. ഇത് മനസ്സിലായില്ലേ? ആ ഈ ഓർക്കണം. നദീൻ ജാൻ പറയുന്നത് അഞ്ജലിക്ക് ഇഷ്ടം നീലയെന്നാണ്, പക്ഷെ പച്ചയാണ് ഇഷ്ടം. ജോണച്ചാന് വിചാരിച്ചിരിക്കുന്നത് അമ്മാമ്മയ്ക്ക് കറുപ്പാണ് ഇഷ്ടമെന്നാണ്, പക്ഷെ അതിനോട് ഒരു ബന്ധമില്ല. പച്ചയാണ് ഏറ്റവും ഇഷ്ടം. നിങ്ങൾ തിരിച്ചറിയുക ഏതൊക്കെയാണ് ആർക്കൊക്കെയാണ് ഇഷ്ടം. നമ്മൾ ചോദിച്ച കളർ ആരും തന്നെ ശരീരത്തിന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഭാര്യമാർക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. എത്ര വർഷമായിട്ടൊക്കെ എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങളായി അറിയാൻ പാടില്ലാത്ത ഒരു ചോദ്യത്തിൽ